ബിയോണ്ട് ബോർഡറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലാൻഡ് അടിച്ചു എപ്പിസോഡ് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെ പല വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാനിടയായി. കുഴപ്പമില്ല, ഞാൻ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്, ഇവിടുത്തെ ഒരു ഗെയിം എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ലോകത്ത് പല പല കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ ഈ ഇവിടെ താമസിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കതൊരു ഡോക്യുമെൻ്റായിട്ട് നിങ്ങളെ മുമ്പിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അടുത്തത് നമ്മൾ ഒട്ടകപ്പക്ഷി, അതുകൂടാതെ ഒരു സ്പ്രിംഗ് ബോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കലമാൻ പോലത്തെ മാന്, അതുകൂടാതെ നമ്മുടെ കാട്ടുപന്നി, ഈ അത്രയും സാധനങ്ങൾ അടിക്കാൻ വന്നത്. സത്യം പറഞ്ഞ് ഞങ്ങളിതൊന്നും പ്ലാൻ ചെയ്ത് വന്നതല്ല. ഇവിടെ വന്ന് അതിൻ്റെ ആ ത്രില്ലിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ മാറി നിൽക്കുന്നില്ല, എല്ലാവർക്കും എന്തെങ്കിലും അടിക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യണം. നമുക്ക് കാണാം എങ്ങനെ പോകുന്നു. ഇന്ന് രാത്രിയും കൂടെ നീണ്ടു നിൽക്കുന്ന ഹണ്ടാണ്. എന്നുവെച്ചാൽ ഈ കാട്ടുപന്നി എന്നെ അടിക്കാൻ ഏറ്റവും നല്ലത് ഇരുണ്ട നൈറ്റിനോട് ചേർന്ന സമയമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടിയുള്ള ഒരു എപ്പിസോഡാണ്. ഞങ്ങളുടെ പ്ലാൻ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. 2-3 ദിവസം കൂടെ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇതെല്ലാം അടിച്ചിട്ടേ പോകുന്നുള്ളൂ വിചാരിച്ചു. അപ്പോൾ ഏതൊക്കെയാലും ഇവർ ന്യൂസിലൻഡിൽ നിന്നൊക്കെ വന്ന് ഇത്രയും ട്രാവൽ ചെയ്ത് വന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇവിടെ ഇത്രയും ഒരു ത്രില്ല് കിട്ടുമ്പോൾ അവരത് നന്നായി എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷം. അപ്പം സമയമൊട്ടും കളയുന്നില്ല. ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചു, ഞങ്ങളുടെ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. ഞങ്ങൾ കഴിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണിക്കാം. അത് കഴിഞ്ഞ് ഇനി ഒട്ടും സമയം കളയാതെ. സോ വാട്ട്സ് ദ ബോയ്സ് സേയിങ്? Why boys doesn't want to go back? Way back to Cape Town because they still want to go for pig hunting and springbok and ostrich. Ostrich? Yeah, they're getting trigger happy now. Okay, so വിടാ വാ. നിന്റെ മൊബൈലിൽ എടുത്ത് നിൽക്കാനോ? രണ്ടാംഗിളിൽ നിൽക്കാൻ പറഞ്ഞില്ലേ? നമ്മുടെ ടാർഗറ്റ് അതാ പോകുന്നു കേട്ടോ. അവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വൈൽഡ് ബീറ്റ്സ് ഉണ്ട്. വൈൽഡ് ബീറ്റ്സിനെ അല്ല അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. Yeah, but the problem, let me just explain to you. I can't see from the side. You see, you said you want to shoot from the under the arm. Yes, you must stand still, show his broadside, and then you shoot him. Wait, just follow him. Actually, it is going to be giving a good position. Shoot! Correct start! Shoot! Yeah, I got it. സംഭവം ഇവിടെ വരണ്ടല്ലേ, അത് ആ മൃഗം നിൽക്കുന്നില്ല. അതാണ് അവർ പറയുന്നത്. പോകുന്നുണ്ട്, പക്ഷെ അത് അങ്ങനെ ആ സാധനത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ അത് നിന്നിട്ടേ ഇല്ല. നിൽക്കുമ്പോൾ തന്നെ അടിക്കാൻ തോന്നിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ സ്പ്രിംഗ് ബോക്ക് ഒത്തിരി മൂവിങ് ആണ്, ഭയങ്കര മൂവിങ് ടാർഗറ്റ് ആണ്. 300 മീറ്ററിന് അപ്പുറമൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വെറുതെ സമയം കളയണ്ട. അപ്പോൾ നമുക്ക് അപ്പോഴേക്കും അടുത്തയാൾക്ക് ഇപ്പം തന്നെ അടിക്കണം എന്ന് നിർബന്ധമായി. അപ്പോഴേക്കും നമ്മൾ ചെറിയൊരു പ്ലാൻ ബി വെച്ചു. അടുത്ത് തന്നെ ആയിരുന്നു ഓസ്ട്രിച്ച് അല്ലേ? ഓസ്ട്രിച്ച് അടുത്തത്. അപ്പോൾ ഓസ്ട്രിച്ചിന് വേണ്ടി പിടിക്കുകയാണ്. വേറൊരു ഗെയിം ഏരിയയിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തണം. അപ്പോൾ അങ്ങോട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയും കൂടെ എടുത്തു. അതിൻ്റെ ഇത് ഇച്ചിരി ദൂരമുണ്ട്, പിന്നെ ഇത് ഒത്തിരി ബമ്പി റൈഡാണ് അല്ലേ? നമ്മൾ ഈ കാട്ടിക്കൂടെ പോകുമ്പോഴേക്കും അപ്പോൾ കുറച്ച് നല്ല റോഡുണ്ട്. അപ്പോൾ ആ നല്ല റോഡിൽ നമ്മുടെ വണ്ടിയെ പോകും. അത് കഴിഞ്ഞ് പിന്നെ മറ്റേ വണ്ടിയെ കയറാമെന്ന പ്ലാന്. അപ്പോൾ അതൊക്കെയാണ്. എങ്ങനെയുണ്ട്? പക്ഷേ ഭയങ്കര ടാസ്ക് ആയിരുന്നു അല്ലേ? എത്ര ഡിസ്റ്റൻസ് ടാസ്ക് ആയി. അതെ, അത് മാത്രമേ മൂവിങ് ആണ്. അപ്പോൾ ഓക്കെ, അപ്പം നമ്മൾ പുള്ളിനെ വെച്ച് പിടിക്കും കേട്ടോ. അതെ. പിന്നെ നമ്മളൊക്കെ ബിഗിനേഴ്സ് ആണ് എല്ലാവരും അല്ലേ ബിബിൻ ബ്രോ? നമ്മൾ ബിഗിനേഴ്സ്. അപ്പോൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഇച്ചിരി ടാസ്ക് തന്നെയാണ്, മൂവിങ് ടാസ്ക്. പിന്നെ സാധനത്തിൻ്റെ സൈസും കുറയുമ്പോൾ നമ്മൾ അത്രയും കൂടെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം, എന്നാലേ നമുക്കത് ടാർഗറ്റിലേക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നാണെങ്കിലും അടുത്ത ആളെ അടിക്കാനുള്ള ഈ ആവേശം എന്ന് പറഞ്ഞാൽ ആവേശം തന്നെ. ഇതല്ലെങ്കിൽ അത് തന്നെ മൂഡ് അല്ലേ? അല്ലേ? അല്ല, ഇതല്ലേ അത് നമ്മൾ അടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടി. നമ്മൾ ഇനി ഈ കാർഡ് കയറാൻ പോവാ കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ 4x4 എൻഗേജ് ചെയ്തു. അയ്യോ, 4x4 എൻഗേജ് ചെയ്തു. ഇനി ഒന്നും കൂടെ മൊമെൻ്റ് ഉണ്ടാക്കിയിട്ടാണ് കയറുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കുതിര ഗിയർ, ഹനുമാൻ ഗിയർ. ഭയങ്കര
ഭയങ്കര പാടായത്. വൈൽഡ് ഇതാ മറ്റേ വണ്ടിക്കാരന്റെ അതെ അതെ. ഓ വണ്ടി എടുത്ത് കൊടേ ആഫ്രിക്കൻ മസാജ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ മസാജ്. പക്ഷേ തോക്ക് പിടിച്ച് പോയപ്പോട്ടോ ശരീരം ഞാനത് ഓടി വന്നിരുന്നത്. അപ്പം എന്നാണേലും നല്ല ഹൈ ലെവൽ ബുഷാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല ഒരു ഇത് നല്ല ഹൈറ്റുള്ള ബുഷിൻ്റെ അകത്തൂടെയാണ് പോകുന്നത്. ഇതാണ് അഡ്വഞ്ചർ. ഹനുമാൻ ഗിയർ. നിങ്ങൾക്ക് ഓടിക്കണതാ ഈ പുള്ളി ഓടിക്കണോ? മരുഭൂമിന്ന് ഓടിച്ചാലേ പുള്ളി. Don't open it. Getting excited. It's not overheating. Okay. Betul. ഇപ്പോഴാണ് ഹണ്ടിങ്ങിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റ് വരുന്നത് അല്ലേ? സാൻഡി റോഡും പരിപാടി. ഞങ്ങൾ ഫുൾ എൻജിൻ ഓവർഹീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വെള്ളം വി ഗോയിങ് ടു സീ. ഇങ്ങോട്ട് നിന്നോ ബിക്കോസ് ഇറ്റ് വാസ് ഗോയിങ് ലൈക്ക് ദിസ്, സോ ഇറ്റ്സ് ബെറ്റർ സ്റ്റേ ഹിയർ. I think it was pushing out. Overflow. I think its water is too hot, because of your using, and then that is pushing out. Either then it's going to on the belt, and I think it's spraying. Take up. Trust me, ostrich, I never really stand still. Today, everything was scoping. Hit it anyway. Is it anyway? Anyway. But big feather. അപ്പം ഞങ്ങൾ ഓസ്ട്രിച്ചിന്റെ ഹണ്ടിങ്ങിലേക്ക് കിടക്കുവാണ്. ജീതു ബ്രോയുടെ ഓസ്ട്രിച്ചിന്റെ ആള്. This one you only use the cross, eh? Jitu, can you please look at me? No. തിരിച്ചു നോക്കാം. വീഡിയോയിൽ നന്നാവണമെങ്കിൽ മതി. ഇനി ഒരു കാലടിക്ക് നോക്കണം. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞത്? പരിപാടിയില്ലത്. വണ്ടി നിർത്തും, പക്ഷെ സാധനം നിൽക്കൂല. ഹെവി അടിയാണത്. കുഴപ്പമില്ല. Cancel, guys. Let's do. ഇതിന്റെ ഡിസ്റ്റൻസ് ഇന്ന് ഞങ്ങൾ പൊളിക്കും കേട്ടോ. എന്താ അട്ടി അല്ലേ? അട്ടിക്കുന്ന എത്ര സമയം കഴിഞ്ഞ വീഴുന്നു? അപ്പൊ അത്രയും സമയം എടുക്കുന്നുള്ള നല്ല അടിപൊളി ഷോട്ടാണ്. നമ്മൾ ഇവിടുന്ന് വെടിവെച്ച് കേട്ടതിന് ശേഷം എത്ര നേരം കഴിച്ചിട്ടുണ്ടെന്നറിയോ ഹിറ്റ് ചെയ്ത്? After few seconds. Well done. That's good. ഓക്കെ. It was a good shot. അപ്പൊ നമ്മൾ ഇത്രയും ഡിസ്റ്റൻസിലാണ് അല്ലേ? എന്നാലും നമ്മൾ അടിച്ചത് ആ ബുഷിന്റെ അവിടെ നിന്നാ അത്ര ഒരു 500 മീറ്റർ 600 മീറ്റർ അപ്പുറമാണ്. അത് നമുക്ക് ഇവരുടെ ഗൺ ഷോട്ട് കേട്ടതിന് ശേഷം ഫ്യൂ സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് 400. ഓക്കെ, അങ്ങനെ നമ്മള് ഓസ്ട്രിച്ചിനെ അടിച്ചിരിക്കുന്നു. അടിപൊളി. അങ്ങനെ സൗത്ത് ആഫ്രിക്കയിലെ വെടിക്കാരനും കഴിവ് തെളിച്ചിരിക്കുകയാണ്. അടിപൊളി.
എങ്ങനെയുണ്ടായിരുന്നു? കറക്റ്റ് അടിയല്ലേ? എവിടെ അടി വീണേക്കണേ? തൈ ഇല്ലേ? ഓക്കെ, അതെ അല്ലേ? സമയം എടുത്തു അടി വീണത് അതല്ലേ? അപ്പോൾ ഇവിടെ കേട്ടോ മീറ്റ് അതിൻ്റെ അടി വീണേക്കുന്നത്. ഇതിൻ്റെ മീറ്റി പാർട്ട് ഇതാണ് വരുന്നത് കേട്ടോ. ബ്ലഡ് ഒന്നും കാണിക്കാൻ പാടില്ല വീഡിയോയിൽ. ഓക്കെ ഓക്കെ ബ്രോ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്താ തോന്നിയത്? അടിക്കാൻ നോക്കിയപ്പോൾ എന്നാണ് തോന്നിയത്? അതെ, അപ്പോൾ അല്ലേ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത് ഏറ്റവും കൊളസ്ട്രോൾ ഫ്രീ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു മീറ്റ് അല്ലേ? നമുക്ക് ഏറ്റവും ഇവിടെ ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നതാണ് ഓസ്ട്രിച്ചിൻ്റെ മീറ്റ്. ഓസ്ട്രിച്ചിൻ്റെ ഒത്തിരി അതെ അതെ ഇപ്പോൾ അതെ. അപ്പോൾ ഞങ്ങളിവിടെ ഞങ്ങളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ അടിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ആ ബുഷ് അങ്ങ് കാണുന്ന ബുഷിന്റെ മറവിന്ന് കാണുന്ന ബുഷിന്റെ മറവിന്ന് അടിച്ചത്. ഞങ്ങൾ എല്ലാവരും ഇംപ്രസ്ഡ് ആയി. അടി ഷോപ്പ് നമ്മൾ അതിനകത്ത് അടിപൊളി. ഓസ്ട്രേലിയ അടിക്കാൻ പോവാന്നല്ലേ? ഇപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അതടിക്കണം ഇതടിക്കണം ഉള്ള ഓപ്ഷൻസ് എല്ലാം മാറ്റി പിടിക്കുകയാണ്. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് ഓസ്ട്രിച്ച്. അതെ, നമ്മൾ ആഫ്രിക്കൻ ഓസ്ട്രിച്ച് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെ സംഭവം 500 മീറ്റർ ഡിസ്റ്റൻസ് നിന്നിട്ടാണ് ഓസ്ട്രിച്ചിനെ അടിച്ചത്. വൺ ഓഫ് ദ ബെസ്റ്റ് മീറ്റ് ആണ് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഏതൊക്കെയാലും ഒരു ഹണ്ടിങ് മൂഡ് തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനും മാറ്റി അടിച്ചേക്കാമെന്ന് വെച്ചു. ഓസ്ട്രിച്ചിനെ അടിച്ചെന്ന് പറഞ്ഞാൽ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ലോങ് റേഞ്ച് ഷോട്ട് എടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സംഭവം. നമ്മുടെ ഏറ്റവും ഫ്രഷ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള മീറ്റ് ഓസ്ട്രിച്ച് മീറ്റ് അടിച്ച സിറ്റുവേഷനാണ് ഇത്. കണ്ടോ? അപ്പോൾ ഓസ്ട്രിച്ചിൻ്റെ മീറ്റും അടിച്ചേക്കുവാണ്. ഞങ്ങളൊരു ഗെയിം മൂഡിലാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നും വന്ന് ഓസ്ട്രിച്ചിനെ അടിക്കണം എന്ന് പറഞ്ഞു. പിന്നെ രാവിലെ ഞങ്ങൾ വേറെ ആനിമൽസിനെ അടിച്ചു. ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്. ഓസ്ട്രിച്ച് അടിച്ച് നിൽക്കുന്നു. ഇതാണ് അതിൻ്റെ ത്രില്ലിങ് എക്സ്പീരിയൻസ്. ഫുൾ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. ഒരു ചെറിയ പശുവിന്റെ നമ്മുടെ നാട്ടിലൊരു ചെറിയ പശുവിന്റെ വലിപ്പമുണ്ട്. അടിപൊളിയല്ലേ? അതെ അതെ. ജിത്തു ബ്രോ, എങ്ങനെയുണ്ടായിരുന്നു അടിയുടെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ? ആദ്യമേ നമുക്ക് ഒന്ന് പാളിയായിരുന്നു. അതിനുശേഷം ചെറിയ ഷേക്ക് വന്നു. ഇനിയും മാറി കഴിഞ്ഞപ്പോൾ നല്ല സ്പോട്ടിങ് കിട്ടി. പക്ഷെ മൂവ് ചെയ്യുന്ന ഒരു ഭയങ്കര ഒരു ടാസ്കാ. പക്ഷേ 500 മീറ്റർ അല്ലേ? 480 അടിച്ചത്. അതെ, ഞാനിവരോട് ചോദിച്ചതാണ്. നീ മൂവ് ചെയ്തോണ്ടിരിക്കണല്ലോ, ഏറ്റവും ഫാസ്റ്റ് ഓടുന്ന സാധനമാണ്. എന്നിട്ട് പോലും നിനക്കത് എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് എനിക്കത്. അതെ, ഇനി അടുത്ത് ഞാൻ അടിക്കാനുള്ളത് എനിക്ക് അപ്പൊ ഞങ്ങൾ ഓരോന്നായിട്ട് മാറി അടിച്ചോണ്ടിരിക്കുക അല്ലെ? അടുത്ത ആരുടെ ഓഴം? ഷൈൻ്റെ ഓഴം. ഞങ്ങള് കാട്ടുപന്നിനെ അടിക്കുകയാണ്. അപ്പം അഗൈൻ കൺഗ്രാജുലേഷൻ. ഓക്കെ അല്ലേ? പറയാം. ഓക്കെ, അപ്പം വേണ്ട. ഞങ്ങൾ അങ്ങനെ പറയാറില്ല. അല്ല, അത് ഞാൻ അങ്ങനെ പറയാം. അല്ല ബ്രോ, ന്യൂസിലൻഡിൽ നിന്ന് വന്നിട്ട് എന്ത് പറയുന്നു? സൗത്ത് ആഫ്രിക്കൻ അടി കണ്ടിട്ട് എന്ത് തോന്നി? അത് ശരിക്കും പറഞ്ഞാൽ പൊക്കി പറഞ്ഞാണോ? പൊക്കി പറഞ്ഞാണോ? അതിന് വെടിപൊട്ടി കുറെ നേരം കഴിഞ്ഞതിന് ശേഷമാണ് സാധനം മൊത്തം ഇരിക്കുകയായിരുന്നു. നല്ല ഷോട്ടാണ്. അപ്പൊ ആ ഡിസ്റ്റൻസാ കാണിക്കുന്നത് അല്ലേ? അതിന്റെ ഡിസ്റ്റൻസാ കാണിക്കുന്നത്. 430 മീറ്ററിന് മേലെ ഉണ്ടായിരുന്നു. അപ്പുറം. അപ്പം എന്നാണെങ്കിലും നമ്മള് 1/2 കിലോമീറ്റർ അത് ഭയങ്കര എക്സ്പീരിയൻസാ. അടിപൊളി എക്സ്പീരിയൻസ്. എന്നാണെങ്കിലും അപ്പൊ ജീത്തു ആ ചീത്തപ്പേരൊക്കെ മാറി കേട്ടോ. ഞങ്ങൾ ചുമ്മാ കളിയാക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് എന്തിനേറെ പറയുന്നു? അതെ ആവശ്യം നമ്മളെ ഒരിക്കലും ഇല്ലാത്ത കഴിവുണ്ടെന്ന് പറഞ്ഞ് ഒരുത്തന്നെ കുഴി കൊണ്ട് ചാടിക്കുന്നില്ലല്ലോ. ഇല്ല, അതാണ് നമ്മുടെ ഒരു ലൈന്. അപ്പൊ എന്നാണെങ്കിലും അതെ, ഇവർ നല്ല കോച്ചിങ്, ഞങ്ങൾക്ക് നല്ല ട്രെയിനിങ് കേട്ടോ. അവർ നല്ല ഇതാണ്. നമ്മൾ അതിന്റെ ഒരു എല്ലാ ത്രില്ലും ഉണ്ട്. അപ്പം നമ്മുടെ അടുത്ത ലക്ഷ്യത്തേക്ക് നമ്മൾ നീങ്ങുവാണ്. അപ്പം ഓരോന്നിനെ നമ്മൾ പിടിക്കുന്നു, ലോഡ് ചെയ്യുന്നു, കയറ്റുന്നു.
എല്ലാ സാധനങ്ങളും ഒന്നും മിസ്സായി പോയിട്ടില്ലല്ലോ. നോക്കട്ടെ, ഞാൻ മുമ്പിലോട്ടൊന്ന് പോകാൻ ബ്രോ. ജിത്തു ബ്രോ അടിച്ചു അല്ലേ? എന്താ അല്ലേ? ഏതെങ്കിലും നമ്മളെ ഇറങ്ങി അടിക്കും പറഞ്ഞാൽ അടിക്കും. അത് എന്നാ അല്ലേ? ഇനി പറഞ്ഞ സത്യം പറഞ്ഞ കാട്ടിലൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ല, അതിനെ അടിക്കുന്ന പ്രശ്നം അല്ലേ? അല്ല കേട്ടോ, ഇതൊന്നും നമ്മൾ ലീഗലി ഉള്ള ഹണ്ടിങ് ആണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് കൺസർവേഷൻ്റെ ഭാഗമായിട്ട് പെർമിറ്റ് എടുത്ത് ഒരു PHൻ്റെ അസിസ്റ്റൻസോട് കൂടി മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം നാട്ടിൽ ഒത്തിരി പേർക്ക് ഹണ്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് നിയമപരമായിട്ട് അവിടുത്തെ നിയമങ്ങളൊന്നും അനുവദിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ അല്ലേ നല്ല എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പഴയ കാലഘട്ടത്തിലൊക്കെ ഒരു കാട്ടുപോത്തിൻ്റെ ഇറച്ചിയോ അല്ലെ കാട്ടുപന്നിയുടെ ഇറച്ചിയോ കഴിക്കാത്ത ഒരു മലയാളികളും ഇല്ലായിരിക്കും അന്നൊക്കെ പഴയ കാലത്ത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ പാടാ. ഉള്ളതും കൂടെ കത്തിച്ച് കളയുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയാണ്. നമ്മൾ നിയമാനുസൃതമായിട്ട് ലൈസൻസോട് കൂടി വന്ന് ഹണ്ട് ചെയ്യുക. ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. ഈ ജീവിക്ക് നാശം വരുത്താത്ത രീതിയിൽ. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ പറയാം. സൗത്ത് ആഫ്രിക്കയിലെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റൈനോസ് വേട്ടയാടപ്പെടുന്ന ഒരു രാജ്യങ്ങളൊന്നാണ് സൗത്ത് ആഫ്രിക്ക. പക്ഷേ ഇവർ പ്രൈവറ്റ് ഫാമുകളിലാണ് അവർ കുറേം കൂടെ സേഫ്. അതായത് ഗവൺമെൻറ് സിസ്റ്റത്തെക്കാളും നന്നായിട്ട് റൈനോയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതിൻ്റെ ബ്രീഡിങ് എല്ലാം നന്നായി നടക്കുന്നതും പ്രൈവറ്റ് സെക്ടറിലാണ്. അപ്പോൾ ഇത് നമുക്ക് കാണിച്ചു തരുന്നത് എന്നാ വെച്ചാൽ ഇത് പ്രൈവറ്റ് സെക്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നശിച്ചു പോവുകയല്ല ചെയ്യുന്നത്. അതിനെ നമുക്ക് നന്നായി മെയിൻറ്റെയിൻ ചെയ്തെടുക്കാമെന്നുള്ളതാണ്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ലയണിനെ ഹണ്ട് ചെയ്യണോ സൗത്ത് ആഫ്രിക്കയ്ക്ക് പോരെ ഏകദേശം 2500 പേരാണ് ഇയർലി ഹണ്ടിങ് റിലേറ്റഡ് ലയൺ ഹണ്ടിങ് റിലേറ്റഡ് ആയിട്ട് സൗത്ത് ആഫ്രിക്കയിൽ എത്തുന്നത്. അത് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന റവന്യൂ അതിലും വലിയൊരു റവന്യൂ ആണ്. അതിൻ്റെ പ്രിസർവേഷനും അതിൻ്റെ കൾട്ടിവേഷനും വേണ്ടി തന്നെയാണ് ആ പണം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊരു മോശം കാര്യമായിട്ടല്ല നമ്മളെപ്പോഴും ഇതിനെ കാണേണ്ടത്. ഇതിന് കുറേ പോസിറ്റീവ് സൈഡുണ്ട്. അത് ചിലപ്പോഴെങ്കിലും നമുക്കിതൊരു വലിയ സെൻസിറ്റീവ് ഇഷ്യൂ ആയിട്ട് തോന്നും. ഞാൻ ഒത്തിരി ലെക്ചർ അടിക്കുന്നില്ല, എന്നാലും ഞങ്ങളെല്ലാവരും ത്രില്ലാണ്. അഡ്രിനാലിൻ ലെവൽ വേറെ അല്ലേ? അത് അടിക്കുന്നതിൻ്റെ ത്രില്ലുണ്ടോ? അത് കാണുന്നത് കിട്ടുമോ ഇല്ലയോ, മിസ്സാവുമോ, അങ്ങനെയൊക്കെ ഒരു ആകാംക്ഷയാണ് മൊത്തം. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുകയും ഇതൊരു ടഫ് കോമ്പറ്റീഷൻ മൂടാ. അത് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുവാണല്ലോ. അത് നമ്മുടെ കാര്യം അറിയാമല്ലോ. ഒരുത്തിനെ കിട്ടുമ്പോൾ കിട്ടാത്തവനെ താങ്ങുക അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നാണെങ്കിലും എല്ലാവരും ഹാപ്പിയാണ് അല്ലേ? യുണീക്ക് എക്സ്പീരിയൻസ് അല്ലേ? അപ്പം നമ്മൾ നിർത്തുന്നില്ല, സംഭവം മുന്നോട്ട് തന്നെ. അടിക്കാനുള്ള മൂഡ് എന്ന് പറഞ്ഞാൽ അടി തന്നെ അടിയല്ലേ? അത് പകല് ഏതടിയാ ഓണം മൂഡ്. ഇന്ന് അടി മൂഡ് എന്ന് പറഞ്ഞാൽ അടി മൂഡ് അല്ലേ? ഹണ്ടിങ് മൂഡാണ്. ഹണ്ടിങ് മൂഡ് നന്നായി അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ഞങ്ങൾ ചെയ്യുന്നു. ഇത് എന്താ പറയുക, നമ്മൾ ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാസ് ആയിട്ട് തന്നെ ചെയ്തേക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ അടിച്ചു. അപ്പോൾ അടുത്ത് എന്നാണെന്ന് കാത്തിരിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം കേപ്പ് ടൗൺ.